Good morning, dear students. Welcome to the world of tragedy. So we are moving on with Aristotle's observations on tragedy. Tragedy കുറിച്ചുള്ള അരിസ്റ്റോട്ടലിന്റെ ഒബ്സർവേഷൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. BC കാലഘട്ടങ്ങളിൽ what Aristotle had seen in Athena, what all tragedies he had observed, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് അതിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള അനാലിസിസ് വെച്ചിട്ടാണ് Aristotle had created, he had formulated the last class we had seen the definition of tragedy, what all are the characteristics of it and all that. അപ്പോൾ അദ്ദേഹം അതൊക്കെ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളിൽ നിന്നും അദ്ദേഹം ആ ഒരു കണ്ടെത്തിയിട്ടുള്ള അനാലിസിസിൽ നിന്നൊക്കെയാണ് ആ ഡെഫിനിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. വാട്ട് വാസ് ദ ഡെഫിനിഷൻ ഓഫ് ട്രാജഡി? Tragedy is an imitation of an action that is serious, complete and of certain magnitude, in language, embellished with each kind of artistic ornament, the several kinds being found in the separate parts of the play, in the form of action, not of narrative, through pity and fear, effecting the proper purgation of these emotions. ഇപ്പോൾ ട്രാജഡിയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ വിലയിരുത്തുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ, എത്ര ലെങ്ത് വേണം, എങ്ങനത്തെ ആക്ഷൻ ആയിരിക്കണം, ആക്ഷൻ ആണോ, നറേറ്റീവ് ആണോ, ഇമിറ്റേഷൻ ആണോ, ആൻഡ് അതിൽ ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം, ഡയലോഗ് ആൻഡ് ദ indifference or the inclusion of songs and the different dialogues, diction, അതെന്ത് ഇമോഷൻ ആയിരിക്കണം കൺവേ ചെയ്യേണ്ടത്, പിറ്റി, ഫിയർ എന്നൊക്കെ പറയുന്ന, അതിലൂടെ എന്ത് ക്രിയേറ്റ് ചെയ്യണം, പെർഗേഷൻ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്ന വളരെ ക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ സ്വാംശീകരിക്കുന്ന ഒരു ഡെഫിനിഷനാണ് അദ്ദേഹത്തിന്റെ ഈ ഡെഫിനിഷൻ. ആൻഡ് യു ഹാവ് ടു റിമെമ്പർ ദിസ് ഡെഫിനിഷൻ. You have to be able to recall it or reproduce it while you write the examination, or whenever you may take, if you are taking literature with you for a long time, then you have to remember this definition forever. Okay, അപ്പോൾ ആ ഡെഫിനേഷനും അതുമായി ബന്ധപ്പെടുന്ന അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടു. അതിലെ ഓരോ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു ക്യൂർ തിയറി ഓർ ട്രോമ തിയറി ആണെങ്കിൽ ഇതൊക്കെ നമ്മളെല്ലാം തുടങ്ങുന്നത് തിയറി, ലിറ്റററി തിയറി സ്റ്റാർട്ട് ചെയ്യുന്നത്, ബിഗിൻ ചെയ്യുന്നത് അരിസ്റ്റോട്ടിൽ നിന്നാണ്. ആൻഡ് ടു നോ അരിസ്റ്റോട്ടിൽ ബെറ്റർ വി ഹാവ് ടു നോ അബൌട്ട് പ്ലേറ്റോ. അപ്പം അങ്ങനെ നമ്മൾ പ്ലേറ്റോയിൽ നിന്ന് തുടങ്ങി ഇമിറ്റേഷൻ, അദ്ദേഹത്തിന്റെ ഫോംസിനെ കുറിച്ചുള്ള ഐഡിയാസ് ഒക്കെ നമ്മൾ കണ്ടു. അലഗറി ഓഫ് ദ കേവ് കണ്ടു, അരിസ്റ്റോട്ടലിലേക്ക് എത്തി, അദ്ദേഹത്തിന്റെ പോയട്രിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കണ്ടു, ഹൗ ഹി അഗ്രീസ് ഓർ ഡിസഗ്രീസ് വിത്ത് ഹിസ് മാസ്റ്റർ എന്നുള്ളത് നമ്മൾ കണ്ടു. ആൻഡ് വി മൂവ്ഡ് ഓൺ ടു ട്രാജഡി. ഇറ്റ്സ് ഒറിജിൻ വി ഹാഡ് സീൻ ഇറ്റ് കെയിം ഫ്രം ദ ഫെസ്റ്റിവൽ ഓഫ് ഡൈനീഷ്യസ്. ഹോപ്പ് യു റിമെമ്പർ ദാറ്റ്. ഡൈനീഷ്യസിന്റെ ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ചിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്, ട്രാജഡിയും കോമഡി എമേർജ് ചെയ്തിട്ടുള്ളത് അല്ലെ. ഡൈനീഷ്യസിന്റെ ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് പാടിയിരുന്ന, സാക്രിഫൈസ് ചെയ്ത്, they sacrificed goats. There are different assumptions regarding the origin of tragedy. Whatever it is, the most assumption is related to dithyrambics or goat song എന്ന് പറയുന്നതിൽ നിന്നാണ്, ആ സാക്രിഫിഷ്യലിന്റെ ഭാഗമായിട്ട് അവർ പാടിയിരുന്ന ഗോഡ് സോങ്സിൽ നിന്നാണ് എന്തുണ്ടായിട്ടുള്ളത്, സീരിയസ് മെന്നിന്റെ ആക്ഷനെ ഇമിറ്റേറ്റ് ചെയ്തതെല്ലാം ട്രാജഡി ആയിട്ട് മാറി. ഒരു കഥാപാത്രം, ഒരാള് അതിൽ പാടുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനൊക്കെ അയാൾ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കാൻ തുടങ്ങി. അത് പിന്നെ മെല്ലെ എന്തായിട്ട് മാറാൻ തുടങ്ങി, സ്റ്റേജിലേക്ക് മാറാൻ തുടങ്ങി, ആംഫി തിയേറ്റേഴ്സിലേക്ക് മാറാൻ തുടങ്ങി, അവിടെ അത് കോമ്പറ്റീഷൻ ഐറ്റമായി മാറി. അങ്ങനെ 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 മെല്ലെ അത് നമ്മൾ ഇന്ന് കാണുന്ന ഡ്രാമ എന്ന് പറയുന്ന ഫോമായിട്ട് രൂപാന്തരപ്പെട്ടു. അല്ലെങ്കിൽ അതിലും വിപുലീകരിച്ച് ടെക്നോളജി ഒക്കെ വന്നു ചേർന്നപ്പോൾ വി ഹാഡ് എ വെരി ഇൻട്രസ്റ്റിംഗ് പോപ്പുലർ ആർട്ട് കോൾഡ് ആസ് സിനിമ, isn't it? A new version of drama. ആൻഡ് നമ്മൾ കോമഡിയുടെ ഒറിജിൻ നമ്മൾ കണ്ടു, സറ്റയേഴ്സിൽ നിന്നാണ് കണ്ടു. സറ്റയേഴ്സ് എന്തിൽ നിന്നുണ്ടായതാണ്, പ്ലഷർ സോങ്സ്, മീനർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ ആക്ഷൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഫാലസ് സോങ്സ് എന്ന് പറയുന്നത് പ്ലഷർ സീക്കിംഗ് സോങ്സ് എന്നാണ് അർത്ഥം. ഫാലസ് ഇറ്റ്സ് മെൻ ബൈ മെയിൽ സെക്ഷൽ ഓർഗൻ. ഓക്കെ, ആൻഡ് ഫാലസ് സോങ്സ് മീൻസ് അങ്ങനെ പ്ലഷർ ഗിവിംഗ് ആയിട്ടുള്ള സോങ്സിൽ നിന്ന് എന്ത് വന്നു, സറ്റയേഴ്സ് വന്നു. ആൾക്കാരെ വിമർശിക്കുന്ന, ആളുകളുടെ ഫോളീസ്, അവരുടെ മിസ്റ്റേക്സിനെ കുറിച്ച് പറയുന്ന സറ്റയറുകൾ വന്നു. സറ്റയറുകൾ ആക്ഷൻ ആയിട്ട് മാറിയപ്പോൾ ദ കെയിം കോമഡീസ്. സോ ട്രാജഡി ആൻഡ് കോമഡി. അപ്പൊ അങ്ങനെ നമ്മൾ ട്രാജഡിയുടെ 6 കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്സിലേക്കാണ് കടക്കാൻ പോകുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ട്രാജഡി ഓർ ദാറ്റ് ഓഫ് ഡ്രാമ. ഡ്രാമയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 ഘടകങ്ങളെ കുറിച്ചിട്ടാണ്, എലമെന്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഈ ഭാഗങ്ങളൊക്കെ അങ്ങനെ പരീക്ഷയ്ക്കും ചോദിക്കുന്നുണ്ടായിരിക്കും. ഇറ്റ് ക്യാൻ ബി ആസ്ഡ് ആസ് എ paragraph question, sometimes it may be asked as a essay question, or
സംടൈംസ് ആസ് എ 2 marks question. ഓക്കെ, അപ്പോൾ ഇതിൽ 6 കോൺസ്റ്റിറ്റ്വന്റ് പാർട്സ് എന്ന് പറഞ്ഞു. തുടങ്ങുന്നത് പ്ലോട്ടിൽ നിന്നാണ്. ഓക്കെ, ദ ഫസ്റ്റ് തിങ് ടു ബി ഡിസ്കസ്ഡ് ഇസ് അബൌട്ട് പ്ലോട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഏതൊക്കെയാണ് ഈ 6 ഘടകങ്ങളെന്ന് കാണാം. ഫസ്റ്റ് വൺ ഇസ് പ്ലോട്ട്, സെക്കൻഡ് വൺ ഇസ് ക്യാരക്ടർ, തേർഡ് വൺ ഇസ് തോട്ട്, ഫോർത്ത് വൺ ഇസ് ഡിക്ഷൻ, then fifth one is song, and the sixth element is spectacle. Plot, character, thought, diction, song, spectacle. Okay, 6 elements. ആദ്യം ഒരു കഥ വേണം. കഥ പറയാനായിട്ട്, അവതരിപ്പിക്കാനായിട്ട് ആക്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. Tragedy is an imitation of an action. So there should be persons who should be imitating the action or portraying the life of someone, isn't it? So ആദ്യം കഥ വേണം, പ്ലോട്ട് വേണം. Then comes character. And ഈ characters വെറുതെ വന്ന് മൈം ചെയ്താൽ പോരാ. They have to express something. What all things? The thoughts. എന്താണോ ആ കഥാപാത്രത്തിന്റെ മനസ്സിലൂടെ കാര്യങ്ങൾ, അതാണ് അവിടെ കാണിക്കേണ്ടത്. ആ ഇമോഷൻ പിറ്റിയാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫിയർ ആണോ, ഹാപ്പി ആണോ, സാഡ് ആണോ, എംപതൈസിങ് ആണോ, സിംപതൈസിങ് ആണോ, എൻവി ആണോ, അല്ലെങ്കിൽ ഗ്രീഡ് ആണോ, അല്ലെ, അങ്ങനെ എന്ത് ഇമോഷൻ ആണോ അയാളുടെ തോട്ട്. ഇപ്പൊ ഹാംലെറ്റ് ഒക്കെ ആണെങ്കിൽ ടു ബി ഓർ നോട്ട് ടു ബി, വേണോ വേണ്ടോ എന്നുള്ള ആ ഒരു ഡൈലമ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, ആ മാനസിക സംഘർഷങ്ങളും ഇന്നർ കോൺഫ്ലിക്റ്റും ഒക്കെ ഒഥല്ലോയ്ക്കാണെങ്കിലും ഈഡിപ്പസ് ആണെങ്കിലും അവരുടെയൊക്കെ ഈ പറയുന്ന തോട്ട്സിനെ കാണിക്കണം. തോട്ട്സിനെ എന്തിലൂടെ കാണിക്കണം? Definitely there will be non-verbal expressions and all that. There will be eye contact, facial expressions. കൈ കൊണ്ടല്ലേ ദേഷ്യം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും മേശപ്പുറത്തൊക്കെ ഇടിക്കുന്നത്, നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. സോ വാട്ട് വി സീ there on the stage is just a replica of the life. സോ ആ ക്യാരക്ടേഴ്സിന്റെ ആക്ഷൻസ് എല്ലാം അവരുടെ മാനസിക വ്യാപാരങ്ങളെ, മെന്റൽ ആയിട്ടുള്ള ഫ്രസ്ട്രേഷൻസിനെ, ഇമോഷൻസിനൊക്കെ പോർട്രേ ചെയ്യുന്നുണ്ടായിരിക്കാം. along with the very important thing, it is communicated through something. What is it? Through words. So diction is very much important. Diction വളരെയധികം important. Diction means words. അതിൽ യൂസ് ചെയ്യുന്ന words. അപ്പോൾ ഒരു കഥ കൺവേ ചെയ്യാനായിട്ട് ആര് വേണം? ക്യാരക്ടർ വേണം. ക്യാരക്ടറിന്റെ എന്ത് അവിടെ അവതരിപ്പിക്കണം? തോട്ട് അവതരിപ്പിക്കണം. തോട്ട് എന്തിലൂടെ അവതരിപ്പിക്കണം? ഡിക്ഷനിലൂടെ അവതരിപ്പിക്കണം. ഡിക്ഷൻ മാത്രം മതിയോ? ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഉദാഹരിക്കാൻ പറ്റുന്നത് ബെറ്റർ ആയിട്ട് ഫിലിംസ് ആണ്. ഫിലിംസിൽ ചില സന്ദർഭങ്ങൾ വരുമ്പോൾ ആ സന്ദർഭത്തിന് യോജിക്കാത്തതും ഉണ്ട് കേട്ടോ. യോജിക്കുന്ന ചില സോങ്ങുകൾ അവിടെ വരുമ്പോൾ ഇറ്റ് വിൽ ഇന്റൻസിഫൈ ദ ഫീലിംഗ് ഓഫ് ദ ഓഡിയൻസ്. ആ പ്രത്യേക സിറ്റുവേഷനെ ഒന്നുകൂടെ അതൊന്ന് ബൂസ്റ്റ് ചെയ്ത പോലെ നമുക്ക് തോന്നാറുണ്ടാവും ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ. അതിലെ ആ വരികൾക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു നായകനോ നായികയോ കുടുംബാംഗങ്ങളോ, അതിപ്പോ പ്രണയമായാലും മരണമായാലും സന്തോഷമാണെങ്കിലും ഒത്തുചേരലുകളാണെങ്കിലും സുഹൃത്ത് ബന്ധങ്ങളാണെങ്കിലും ഒക്കെ അതിനൊക്കെ മോടി കൂട്ടുന്നത്, ഇന്റൻസിഫൈ ചെയ്യുന്നത് ആ പറയുന്ന സോങ്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സോങ്ങിലൂടെയും ഇവരുടെ തോട്ട്സും ഇമോഷൻസ് ഒക്കെ കൺവേ ചെയ്യണ്ടാവും. ചിലപ്പോൾ നായകൻ അല്ലെങ്കിൽ നായിക വെറുതെ നിൽക്കുന്നുണ്ടാവുള്ളായിരിക്കും, പക്ഷെ അവരുടെ മാനസിക വ്യാപാരങ്ങളെ, അവരുടെ തോട്ട്സും ഇമോഷൻസിനെയും ലിറിക്സിലൂടെ, ആ ഒരു ഗാനത്തിലൂടെ ആളുകളിലേക്ക് എത്തിച്ചേരുന്നത് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് സ്പെക്ടക്കിൾ. How it is presented on the stage, all the dramatic elements. We had seen that it was Sophocles who had started or who had added the painted scenery. നമ്മൾ നാടകങ്ങളുടെ പിന്നിൽ കാണുന്ന പെയിന്റഡ് സീനറി, ആ ഒരു സിസ്റ്റം ഒക്കെ തുടങ്ങിയിട്ടുള്ള സൊഫോക്കിൾസ് ആണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ടു. ട്രാജഡിയുമായി ബന്ധപ്പെടുന്ന ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ടു. സോ അപ്പോൾ ഇത്തരത്തിലുള്ള ഡ്രമാറ്റിക് ആയിട്ടുള്ള എലമെന്റ്സ്, ഇപ്പോൾ ഒരു ഒഥല്ലോ ആണെങ്കിൽ ഒഥല്ലോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അദ്ദേഹത്തിന്റെ വൈഫിന് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രോബെറി പ്രിന്റ് ചെയ്തിട്ടുള്ള ഹാങ്കർചീഫ്. സിനിമയിലേക്ക് വരുമ്പോൾ, കളിയാട്ടം ഫിലിമിലേക്ക് അത് വരുമ്പോഴത്തേക്കും അതൊരു സാരിയായിട്ട് മാറുന്നുണ്ട്. ഒഥല്ലോയും ഡെസ്റ്റമോണയും താമരയായിട്ടൊക്കെ മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഇമോഷനെ കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആളുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന, മേ ബി ഒരു ടോക്കൺ നഷ്ടപ്പെട്ടു പോയ എന്തിനെങ്കിലും സിംബിളൈസ് ചെയ്യുന്ന. ഈഡിപ്പസിലാണെങ്കിൽ ഈഡിപ്പസിന്റെ എൻഡ് അദ്ദേഹം ബ്ലൈൻഡ് ആയിട്ട് മാറുന്നത്, ഹി യൂസസ് ദ ബ്രൂച്ച് ഓഫ് ഹിസ് മദേഴ്സ്
അതിൽ വൈഫായിട്ടാണ് പിന്നെ റിയലൈസ് ചെയ്യുന്നത് മദറാണെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിലെ ആ ഒരു ഓർണമെന്റലായിട്ടുള്ള പിന്ന് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ബ്ലൈൻഡ് ചെയ്യുന്നത്, കണ്ണ് അന്ധമാക്കി മാറ്റുന്നത്, അന്ധനായി മാറുന്നത് കുത്തിപ്പൊട്ടിച്ചിട്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഇത്തരം പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ സീനറീസും പലതരത്തിലുള്ള എലമെന്റ്സും ഒക്കെ എല്ലാം ഡ്രാമയിൽ ആവശ്യമാണ്. നമുക്കറിയാം അന്നത്തെ കാലഘട്ടത്തിൽ ഈ പറയുന്ന പോലുള്ള ഓപ്പൺ തിയേറ്റേഴ്സ് ആണ്, അവിടെ ഒരു ലൈറ്റിങ്ങോ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സൗണ്ട് ഫെസിലിറ്റീസോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാലാന്തരേണ നമ്മൾ ഇന്നൊരു ഡ്രാമ കാണുമ്പോൾ വി നോ ദാറ്റ് വാട്ട് ഓൾ തിങ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ വാച്ചിങ് എ ഡ്രാമ. അവിടെ കേർട്ടൻസ്, ഡിഫറെൻറ്റ് സീൻസ് കാണിക്കാനായിട്ടുള്ള കേർട്ടൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലൈറ്റിംഗ്, വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ലൈറ്റിംഗ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ടു കൺവേ ദ ഇമോഷൻ. എന്ത് ഇമോഷൻ ആണോ, എന്താണോ ആ ഒരു പെർട്ടിക്കുലർ സീനിൽ നടക്കുന്നത്, ആ സീനിനെ കാണിക്കാനായിട്ടുള്ള തരത്തിലുള്ള ലൈറ്റിംഗ് ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. സിനിമയിലൊക്കെ വരുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ ലൈറ്റിങ്ങിലും പ്ലസ് കളർ വന്നതിന് ശേഷം കളറിങ്ങിന്റെ ആ ഒരു ടെക്നിക്കും കൂടെ അഡ്വക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു ഹാപ്പി മൂഡൊക്കെ കാണിക്കുന്ന മൂവീസൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ യെല്ലോയിഷ് ടോണുകളോ, അല്ലെങ്കിൽ ഇപ്പോൾ ഡാർക്ക് നൈറ്റ് പോലുള്ള ഫിലിംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ദേ ഹാഡ് യൂസ് ലോട്ട് ഓഫ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ടോൺസ് ടു ദ ഫിലിം. അപ്പം ഇങ്ങനെ വിഷ്വൽ ആയിട്ടുള്ളതെല്ലാം നമ്മൾ കാണുമ്പോൾ, ഒരു ഫ്രെയിമിൽ നമ്മൾ ഈ ഒരു നാടകം കാണുമ്പോൾ അവിടെ വരുന്ന എല്ലാ ഘടകങ്ങളും, അവരുടെ കോസ്റ്റ്യൂം, ഒരു കഥാപാത്രത്തിൻ്റെ, ഒരു ക്യാരക്ടറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും അപ്പിയറിംഗ് ആയിട്ടുള്ള, ഏറ്റവും നോട്ടിസബിൾ ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത് അവരുടെ കോസ്റ്റ്യൂം തന്നെയാണ്. ആസ് വി മെൻഷൻഡ് at the beginning of tragedy, when there was only 1 or 2 characters on the stage, അവർ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിനെ കാണിക്കാനായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നത് മാസ്ക് ധരിക്കുക, ഒപ്പം കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് പെർട്ടിക്കുലറായിട്ട് ചെറിയൊരു ടെന്റ് പോലെ അവർ ഇതിൻ്റെ പിന്നിൽ കെട്ടിയിരുന്നു. നമ്മൾ നാടകത്തിനാണെങ്കിലും ഈ പറയുന്ന പോലെ ഗ്രീൻ റൂം സംവിധാനങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് സാധിക്കും. ഈവൻ ഷേക്സ്പിയറിയൻ തിയേറ്ററിലാണെങ്കിലും വി ക്യാൻ സീ ദാറ്റ് പെർട്ടിക്കുലർ റൂം ഫോർ ദ ക്യാരക്ടേഴ്സ് ടു ചേഞ്ച് ദിയർ ക്ലോത്ത്സ്, ദിയർ കോസ്റ്റ്യൂംസ്. അപ്പം അങ്ങനെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ടും മാസ്ക് ചേഞ്ച് ചെയ്തിട്ടുമാണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനൊക്കെ അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെ കോസ്റ്റ്യൂം, ലൈറ്റിംഗ് അന്നില്ല, ബാക്കിയുള്ള സീനറി ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ പെയിന്റഡ് സീനറീസ്, ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്ന വെസൽസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഘടകങ്ങളൊക്കെ. ഇപ്പോൾ ഒരു സിൻഡ്രല്ല സ്റ്റോറി ആണെങ്കിൽ ദാറ്റ് ഗ്ലാസ് ഷൂ ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഘടകങ്ങളും നമുക്ക് സ്പെക്ടക്കിളിൽ ഉൾക്കൊള്ളിക്കാം. എനിവേ, ലെറ്റ്സ് ഗോ ത്രൂ ഈച്ച് ആൻഡ് എവറി എലമെന്റ്സ് ഇൻ ഡീറ്റെയിൽ. Once again, let us repeat that. Plot, character, thought, diction, song and spectacle. Okay. Aristotle finds 6 constituent parts in tragedy: plot, character and thought, which are the objects it imitates or represents. Of course, diction and song, which are the medium it employs to imitate these objects, and spectacle, which is its manner of imitating them. Their importance vis-a-vis one another is in the order in which they are mentioned above. എങ്ങനെയാണോ ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് കിടക്കുന്നത്, ഇതിലേതാണോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ആ ഇമ്പോർട്ടൻസിൻ്റെ സിഗ്നിഫിക്കൻസിൻ്റെ അതിൻ്റെയൊക്കെ പ്രൊമിനൻസിൻ്റെ ഓർഡറിൽ തന്നെയാണ് ഇത് നമ്മൾ പറയുന്നത്. വി ഫസ്റ്റ് മെൻഷൻസ് അബൌട്ട് പ്ലോട്ട്. സോ പ്ലോട്ട് ഇസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ഓർ ദ പ്രൊമിനൻറ്റ് ഫാക്ടർ ടു ബി നോട്ടിസ്ഡ്. സെക്കൻഡ് വൺ ഇസ് ക്യാരക്ടർ. അപ്പോൾ സെക്കൻഡറി ആയിട്ട് പിന്നെ വരുന്നത് ക്യാരക്ടറിനാണ് ഇമ്പോർട്ടൻസ്. തേർഡ് വൺ ഇസ് തോട്ട്, ഡിക്ഷൻ, സോങ്, സ്പെക്ടക്കിൾ. അപ്പൊ ഇതിന്റെ ഒക്കെ ഇമ്പോർട്ടൻസിനനുസരിച്ച് തന്നെയാണ് ഈ ഓർഡർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ 6 കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്സിന്റെ ഓർഡർ ഇങ്ങനെ തന്നെ മനസ്സിലോർത്ത് വെക്കുക. സോ ദിസ് ഇസ് എ വെരി ഈസി വേ ടു റിമെമ്പർ ദം ബിക്കോസ് ഇറ്റ് ഇസ് അറേഞ്ച്ഡ് ഇൻ എ വേ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഇസ് പ്ലോട്ട്. സോ പ്ലോട്ട് കംസ് ഫസ്റ്റ്, ക്യാരക്ടർ നെക്സ്റ്റ്, തോട്ട് തേർഡ്, ഡിക്ഷൻ ഫോർത്ത്, song fifth and spectacle last. The plot or the arrangement of the incidents is the chief part of tragedy. So Aristotle, in his opinion, he says that even if we don't have characters, let it be, but there should be a better plot. Anyway, we couldn't agree with that part, but he says that a tragedy is an imitation of action. So there should be plot. There should be a story going on. There should be a thread. കഥയ്ക്കാണ് ഇമ്പോർട്ടൻസ്. കഥ അവതരിപ്പിക്കുന്ന ക്യാരക്ടേഴ്സിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആരാണ്? കഥയാണ്. നമുക്കറിയാം ഇന്ന്
ഇന്നത്തെ പല പ്രസന്റേഷനിലായിട്ടുള്ള ഇത്തരത്തിലുള്ള ഡ്രാമ, സ്കിറ്റ് ഓർ ഫിലിംസ് ഒക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഒരുപാട് അതിലൊക്കെ ഡീകൺസ്ട്രക്ഷൻ നടന്നു കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എനിവേ, ദിസ് ഇസ് ഹിസ് ഒബ്സർവേഷൻസ് വേ ബാക്ക് ടു ബീസീസ്. ഓക്കെ. The plot or the arrangement of the incidents is the chief part of tragedy, for tragedy is an imitation not of men but of action and of life. And life consists in action. To the question whether plot makes a tragedy or character, Aristotle replies that without action there cannot be a tragedy, there may be without character. സോ അരിസ്റ്റോട്ടിൽ ഈ ഒരു ആശയം പറയുന്നത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പ്രകാരം ക്യാരക്ടർ ഉണ്ടായോ ഇല്ലയോ, ദാറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ എ മാറ്റർ. Tragedy is an imitation of an action and that of life. So there should be plot. പ്രൊമിനന്റ് ആയിട്ടുള്ളത് പ്ലോട്ട് തന്നെ ആണ് എന്നാണ് അദ്ദേഹം ഊന്നി പറയുന്നത്. ആസ് വി നോ ദാറ്റ് ഒരു പ്ലോട്ട് അവതരിപ്പിക്കുമ്പോൾ അതിൽ ക്യാരക്ടേഴ്സിന്റെ എണ്ണം അല്പം കുറഞ്ഞാലും ഒരാളതിന് 2-3 ക്യാരക്ടേഴ്സ് കളിച്ചാലും that is not at all a matter for them. That particular plot or that story should be conveyed. So it is the action which is important, and in the stage we can see the action, it is imitated, imitation of an action, which is serious in the case of tragedy, and it will be meaner in the case of comedy. It is an intricate question, no doubt, for the actions themselves issue from characters, but Aristotle has no doubts whatever on this score. Character, he says, determines men's qualities, but it is by their actions that they are happy or the reverse. Tragedy is written not merely to imitate men, but to imitate men in action. It is by their deeds performed before our very eyes that we know them, rather than by what the poet as in their pic tells of them. അപ്പോൾ ഇതിന് എതിരായിട്ടുള്ള വാദങ്ങളും കൂടെ ഇതിൻ്റെ ഒപ്പം ചേർത്ത് വെക്കുന്നുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? ക്യാരക്ടറും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വി ഹാവ് ടു സീ ദ മെൻ ഇൻ ആക്ഷൻ. ഈ ആക്ഷൻ ആരിലൂടെ കൺവേ ചെയ്യാൻ പറ്റുള്ളൂ? ആൾക്കാരിലൂടെ കൺവേ ചെയ്യാൻ പറ്റത്തുള്ളൂ, മനുഷ്യരിലൂടെ കൺവേ ചെയ്യാൻ പറ്റുള്ളൂ. മെന്നെന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട് ബിക്കോസ് അന്നത്തെ കാലത്ത് വിമൻ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. ഓക്കെ. സോ ഇവിടെ എടുത്തു പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും പ്ലോട്ടിനാണ് ഇമ്പോർട്ടൻസ് അരിസ്റ്റോട്ടിൽ ഊന്നി പറയുന്നു. ഫോർ ഹിം character is secondary, whether there may be a character or not, whatever it is, plot is importance എന്ന് എടുത്തു പറയുന്നുണ്ട്. അതേസമയം തന്നെ we know that it is this action, it is enacted through characters, so character is also important. പക്ഷെ ആ ഒരു പടി പ്ലോട്ടിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അരിസ്റ്റോട്ടിൽ ഒബ്സർവ് ചെയ്തിരിക്കുന്നത്, അദ്ദേഹം ഇവിടെ അത് എഴുതിയിരിക്കുന്നത്. Tragedy is written not merely to imitate men but to imitate men in action. It is by their deeds performed before our very eyes that we know them, rather by what the poet says. Since, however, deeds issue from character, character is next only in importance to plot. Then follows thought, or what a character thinks or feels during his career in the play. രണ്ടാമതായിട്ട് വരുന്നത് ക്യാരക്ടറാണ് അല്ലെ. എങ്ങനെയാണോ ആ ക്യാരക്ടർ ഹാപ്പി ആയിട്ടോ സാഡ് ആയിട്ടോ മാറുന്നത്, അത് ഡിറ്റർമിൻ ചെയ്യുന്നത് അദ്ദേഹം ചെയ്യുന്ന ആക്ഷൻ ആണെന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ ഒരു ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ പറയുന്ന നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ക്യാരക്ടേഴ്സിലൂടെ തന്നെയാണ്. ആ ആക്ഷനെ നമുക്ക് കൺവേ ചെയ്തു തരുന്നത് ആരാണ്? ഡെഫിനറ്റ്ലി ക്യാരക്ടേഴ്സ് ആണ്. സോ ക്യാരക്ടർ കംസ് ദ സെക്കൻഡ് പാർട്ട്. നോബിൾ ആയിട്ടുള്ള ആക്ഷൻ കാണിക്കുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ കോമഡിയിലാണെങ്കിൽ മീനർ ആയിട്ടുള്ള ആക്ഷൻ കാണിക്കുന്ന ക്യാരക്ടർ ഉണ്ടായിരിക്കാം. ഈവൻ in this tragedy there will be people who are with virtue as well as there will be people with vicious deeds, vicious thoughts and all that. നന്മയും തിന്മയും ഒക്കെ ഇടകലർന്നിട്ടുള്ള ട്രാജഡി കാണാൻ പറ്റും. ചിലപ്പോൾ ഒരു ചെറിയ കുറവുകളുള്ള, നമ്മൾ അതിലേക്ക് കടക്കാം. നമ്മുടെ ട്രാജിക് ഹീറോയെ കുറിച്ച് പറയുമ്പോൾ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്ത് പറയാം. കുറവുകളുള്ള മനുഷ്യരായിരിക്കും സാധാരണ ഒരു ട്രാജിക് ഹീറോയുടെ ട്രൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒരു ട്രാജിക് ഹീറോ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഒരു പിക്ചറൈസേഷൻ അരിസ്റ്റോട്ടിൽ വളരെ ഭംഗിയായിട്ട് തരുന്നുണ്ട്. ഹി ഷുഡ് ബി എ പേഴ്സൺ ഹു ഷുഡൻ ബി ടു ഗുഡ്, ഹു ഷുഡൻ ബി ടു ബാഡ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള പലതരം കഥാപാത്രങ്ങൾ. അപ്പൊ പെട്ടെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് മക്കളെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു കിങ് ലിയർ എന്ന് പറയുന്നത്. സോ കിങ് ലിയർ, ദാറ്റ് വാസ് ഹിസ് ട്രാജഡി. ആൻഡ് ഒഥല്ലോ വാസ് വെരി മച്ച് ഇംപെച്വസ്. ഭയങ്കര എടുത്തുചാട്ടക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഒഥല്ലോയെ കാണാൻ പറ്റുന്നത്. ആൻഡ് വി ക്യാൻ സി ഹാംലെറ്റ്. ഹി വാസ് എ പേഴ്സൺ ഹു വാസ് പ്രോക്രാസ്റ്റിനേറ്റിംഗ് എവറിത്തിങ്. ഓക്കെ, to be or not to be, that dilemma was with him, that internal conflict, വേണോ വേണ്ടയോ പിന്നെ എന്നുള്ള ആ ഒരു ചിന്താഗതിയുള്ള ആ ഒരു ആക്ഷൻ ഓറിയന്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ചെറിയ വീക്ക്നെസ് ഉള്ള, എന്നാൽ വലിയ അധികം ഇല്ലാത്ത, ഇപ്പൊ ഈഡിപ്പസിന്റെ ഒക്കെ പറയുകയാണെങ്കിൽ ഈഡിപ്പസ് he has got excess pride in him. In Greek it is considered as the term, it is called as hubris.
ഹി ഹാസ് ഗോട്ട് ദിസ് എക്സസ് പ്രൈഡ് ഇൻ ഹിം. ഭയങ്കരമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ തന്നെ ഇംപെച്വസ് ആണ്, അതേസമയം തന്നെ നല്ല ഈഗോ ഉള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം, മുൻശുണ്ടിയുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ എതിരെ വന്ന ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യനാണെന്ന് പോലും കണക്കാക്കാതെ അദ്ദേഹത്തെ കൊല്ലുകയും പിന്നീട് ഈ ട്രാജഡി, ഈ ഒരു സ്റ്റോറി അൺറാവൽ ചെയ്യുമ്പോൾ, അത് അൺഫോൾഡ് ചെയ്യുമ്പോൾ ഹി റിയലൈസ് ദാറ്റ് ഇറ്റ് വാസ് ഹിസ് ഓൺ ഫാദർ, ഹിസ് ഓൺ ബർത്ത് ഫാദർ എന്ന് അദ്ദേഹം റിയലൈസ് ചെയ്യുന്നതൊക്കെ അങ്ങനെ പോകുന്ന ഒരു ട്രാജഡി ആയിട്ടാണ് ഈഡിപ്പസ്, ദ ട്രാജഡി ഓഫ് ട്രാജഡി എന്നറിയപ്പെടുന്ന ഈഡിപ്പസ് റെക്സ് എന്നുള്ള സോഫോക്കിൾസിന്റെ പ്ലേ. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിലൂടെയാണ് ആ കഥയുടെ ഗതി, അല്ലെങ്കിൽ അവർ ഹാപ്പി ആണോ അല്ലയോ എന്നൊക്കെ ആക്ഷൻ കൺവേ ചെയ്യുന്നത് ആരിലൂടെയാണ്? ഡെഫിനറ്റ്ലി ത്രൂ ദ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്. ആൻഡ് ക്യാരക്ടേഴ്സ് വരുമ്പോൾ അവരുടെ ഒപ്പം കൂടെ എന്തും കൂടെ വരുന്നു, അവരുടെ തോട്ട്സും ഇമോഷൻസും കൂടെ കൺവേ ചെയ്യുന്നു. സോ തോട്ട്സ് കംസ് as the third one. Okay, then follows thought, or what a character thinks or feels during his career in the play. It reveals itself in speech. So this thoughts, it is expressed through speech. സ്പീച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സ്പീച്ചാണ്, ലിറ്ററേച്ചറിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്പീച്ചാണ് മാർക്ക് ആന്റണിയുടെ ജൂലിയസ് സീസറിലെ ആ ഒരു സ്പീച്ച് എന്ന് പറയുന്നത്. ഇത്രയും ടാക്ട്ഫുൾ ആയിട്ട് ഉള്ള ഒരു റൊമാൻസിനെ കംപ്ലീറ്റ് ആയിട്ടും യഥാർത്ഥ കൊലയാളിക്ക് നേരെ തിരിക്കാനായിട്ട് തൻ്റെ വാക്കുകളിലൂടെ എത്ര മനോഹരമായിട്ട് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഷേക്സ്പിയറിനെയൊക്കെ നമ്മൾ നമിച്ചു പോകുന്നത് അവിടെയാണ്. ബിക്കോസ് it is through his speech that he had turned the whole romance to the real assassins, real murderers of his emperor Julius Caesar. അപ്പോൾ അത്തരത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള ഡയലോഗ്സിലൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭാഷണങ്ങളിലൂടെയും, ഓർ ഇൻ പെർട്ടിക്കുലർ വി നോ ദാറ്റ് ഇൻ ഷേക്സ്പിയർസ് പ്ലേസ് വി ക്യാൻ സീ, ഓർ ഇൻ മാർലോസ് പ്ലേ വി കുഡ് സീ മോണോലോഗ്സ് as well as soliloquies, asides and all that. ഓഡിയൻസിനോട് പറയുന്നത്, സ്വയം പറയുന്നതൊക്കെ ആയിട്ടുള്ള അങ്ങനെ അത്തരത്തിലുള്ള ഡിഫറെന്റ് ഡയലോഗ്സിലൂടെയാണ് എന്ത് എക്സ്പ്രസ് ചെയ്യുന്നത്? അവര് വിഷാദിച്ചു നിൽക്കുകയാണോ, അവര് ഹാപ്പിയാണോ, അവര് ക്രൂക്കഡായിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മെക്ബത്തിന്റെ ചിന്തകള്, ലേഡി മെക്ബത്തിന്റെ ചിന്തകള്, അവളുടെ ആ ഒരു ഇൻസൈൻ ആയിട്ടുള്ള ആ ഒരു നേച്ചർ, അതേസമയം വളരെ അൺസെക്സ് മീ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡെവിലിനെ വിളിക്കുന്ന ആ ഒരു സീനുകളൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് എന്തിലൂടെയാണ്? ഇറ്റ് ഈസ് എക്സ്പ്രസ് ത്രൂ ഡിഫറെന്റ് ഡയലോഗ്സ് ഓർ ത്രൂ ദിയർ സ്പീച്ച്. ആസ് പ്ലോട്ട് ഇമിറ്റേറ്റ്സ് ആക്ഷൻ and character men, so thought imitates men's mental and emotional reactions to the circumstances in which they find themselves. All these three constitutes the poet's objects of imitation of inner tragedy. So these three things, that is plot, character and thought, these three are the objects of imitation in a tragedy. ഇത് മൂന്നുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ എന്ന് പറയുന്നത്, ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഡിക്ഷൻ, സോങ് ആൻഡ് സ്പെക്ടക്കിൾ. ബാക്കി മൂന്നാൾക്കാരും കൂടി ഉണ്ടല്ലോ. വാട്ട് ആർ ദീസ് തിങ്സ്? ടു അക്കംപ്ലിഷ് ദം ഹി എംപ്ലോയ്സ് ദ മീഡിയം ഓഫ് ഡിക്ഷൻ ഓർ വേർഡ്സ്. അപ്പോൾ ഈ കഥയുണ്ട്, കഥ അവതരിപ്പിക്കാനായിട്ട് കഥാപാത്രങ്ങളുണ്ട്, അവരുടെ വിചാരങ്ങളും വികാരങ്ങളും ഉണ്ട്. ഇത് സ്പീച്ചിലൂടെയാണ് പറയുന്നതെന്ന് പറഞ്ഞു. സോ വി നീഡ് വാട്ട്? ഡെഫിനറ്റ്ലി വി നീഡ് വേർഡ്സ്. Particularly we know that earlier it was in the form of verse and later it turned into dialogues. ഇന്നത്തെ നാടകങ്ങൾ നമുക്ക് കൂടുതലും അങ്ങനെ ഡയലോഗുകളാണ് കാണാൻ പറ്റുന്നത്, അല്ലെ? രമണന്റെയും ചന്ദ്രികയുടെയും പോലെ അതൊരു പ്രണയ കാവ്യമാണ്, ഒരു വിലാപ കാവ്യമാണ്, പോയറ്റിക് ഡ്രാമയായിട്ട് നമുക്ക് കണക്കാക്കാം. അതേസമയം ഷേക്സ്പിയറിന്റെ ഡ്രാമാസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ all these were written in verse form. വേഴ്സ് ഫോമിലാണ് അതൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ആ ഡിക്ഷൻ, ആ എഴുതി വെച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള അത്രയും ഏറെ ഡെപ്തിലുള്ള ഒരുപാട് വാക്കുകളിലൂടെയാണ് എംബലിഷ്ഡ് വിത്ത് ഈച്ച് കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റിക് ഓർണമെന്റ്. അത്രയും മനോഹരമായിട്ടുള്ള വാക്കുകളിലൂടെയും മെറ്റഫേഴ്സിലൂടെയും സിമിലീസിലൂടെയൊക്കെയാണ് പ്രണയവും ഒക്കെ പറഞ്ഞു പോകുന്നത്. പാർട്ടിങ് ഇസ് സച്ച് സ്വീറ്റ് സോറോ എന്ന് പറഞ്ഞതൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിറ്റൈൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് സിഗ്നിഫൈങ് നത്തിങ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി എന്ന് പറഞ്ഞതൊക്കെ ഈ പറയുന്ന വാക്കുകളിലൂടെയാണ് ഇവരുടെ വിചാരങ്ങളെയും ചിന്തകളെയൊക്കെ എക്സിബിറ്റ് ചെയ്യുന്നത്. സോ ഡിക്ഷൻ ആസ് വെൽ ആസ് വി മെൻഷൻ ദ സോങ്, ചിലപ്പോൾ ഈ ഒരു വികാരത്തെ കാണിക്കാനായിട്ട് അവർ നിശ്ചലമായി നിന്നാൽ മതിയായിരിക്കും, പക്ഷെ അവിടെ ഇടുന്ന ഒരു പാട്ടിന്റെ ആ ഒരു ലിറിക്സിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഓക്കെ ദിസ് ഇസ് വാട്ട് ഈസ് ഗോയിങ് ഇൻസൈഡ് ഹിസ് മൈൻഡ് എന്ന് പ്രകടമായിട്ട് മനസ്സിലാവുന്നത്. സോ ആദ്യത്തെ മൂന്നെണ്ണം എന്ന് പറയുന്നതാണ് ഒബ്ജക്ട്സ് ആയിട്ട് അതിന്റെ ഘടകങ്ങളായിട്ട് മാറുന്നതെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്ന മീഡിയം ആയിട്ടാണ് എന്ത് മാറുന്നത്?
നാലാമത്തെയും അഞ്ചാമത്തെയും പാർട്സ് ആയിട്ടുള്ള ഡിക്ഷനും സോങ്ങും മാറുന്നത്. ഇന്നത്തെ കാലത്തെ ചില ട്രോളുകളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതിയായിരിക്കും. ഈ ട്രോളുകൾ ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും ചില സോങ് വെച്ചിട്ടാണ് ചില ആളുകളുടെ പിക്ചർ ഇടുകയാണെങ്കിൽ we will be just relating that song with that person and we'll interpret the meaning, the seer or the spectator or the viewer will interpret the different meaning which is arised out of it, which will come out of it. Just think about the present day trolls. So how it is working, particularly in connection with the different song related trolls. സോങ്ങിനെ വെച്ചുകൊണ്ട് ബേസ് ചെയ്ത് വരുന്ന പല ട്രോളുകളെയും നമ്മൾ ഒബ്സർവ് ചെയ്താൽ ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു ബന്ധമില്ലാത്തതായിരിക്കാം ഒരു ചിത്രം വെച്ചിട്ട് ആ ചിത്രത്തിന് ഒരു സോങ് ഇട്ട് കഴിയുമ്പോൾ we just relate the two things and we'll interpret, or the viewer or the watcher he or she will interpret the meaning of it. അപ്പോൾ സോങ്ങും മീഡിയം എന്ന് പറയുന്നത് എന്താണോ ഇമോഷൻ അതിനെ കൺവേ ചെയ്യാനായിട്ടുള്ള മാർഗങ്ങളാണ്, മീഡിയമാണ്. To accomplish them, he employs the medium of diction or words embellished with each kind of artistic ornament, of which song is one. Just think about the beginning of the play Nagamandala. How the flames come and how they dance, അല്ലെ? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നാഗമണ്ഡലയുടെ ഒക്കെ ആ ഒരു ഡിഫറെന്റ് പ്ലേ അതിന് ആക്ട് ചെയ്തിട്ടുള്ളതൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അതിലെ ഫ്ലെയിംസിന്റെ മനോഹരമായിട്ടുള്ള ഒരു പല പല വീടുകളിൽ നിന്ന് വന്നവർ ഒത്തുചേരുന്നത്, ആ ടെമ്പിളിൽ ഒത്തുചേരുന്നതും ആ ഡാൻസും ഒക്കെ അത് കൊടുക്കുന്ന ആ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ബ്യൂട്ടി, ഒരു ഡ്രമാറ്റിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് മനോഹരമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ റോമിയോ ജൂലിയറ്റിനെ ആദ്യമായിട്ട് കാണുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു ഒഥല്ലോ ഡെസ്റ്റിമോണ തമ്മിലുള്ള ആ ഒരു വേർപാട്, വിരഹം, അതൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു സോങ്ങിന്റെ ഇന്റൻസിഫിക്കേഷനും കൂടി ഉണ്ടെങ്കിൽ ഹൗ ബ്യൂട്ടിഫുൾ ദാറ്റ് സ്പോട്ട് ഓർ ഹൗ ബ്യൂട്ടിഫുൾ ദാറ്റ് ഷോട്ട് വുഡ് ബി, ദാറ്റ് സീൻ വുഡ് ബി. എത്ര മനോഹരമായിട്ടായിരിക്കും ആ ഒരു ഫീലിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് വരിക എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. It is by their means that he expresses the thought of his characters and the meaning of his play in general. ഇപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ സിനിമ വെച്ച് തന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓരോ സിനിമയ്ക്കും ഓരോ BGM ഉണ്ടായിരിക്കും, അല്ലെ? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സ്കോർ ഉണ്ടായിരിക്കും. ആ സ്കോറിൽ അല്ലെങ്കിൽ ആ ഒരു ഹോൾ ഫിലിമിന്റെ ആ ഒരു സ്വഭാവത്തെ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കാണിക്കാനായിട്ട്, വെദർ ഇറ്റ് ഇസ് എ ത്രില്ലർ മൂവി, വെദർ ഇറ്റ് ഇസ് എ കോമഡി, വെദർ ഇറ്റ് ഇസ് എ റൊമാൻറ്റിക് ഫിലിം ഓർ വെദർ ഇറ്റ് ഇസ് എ ട്രാജഡി, അത് ആ മ്യൂസിക്കിൽ ഉണ്ടായിരിക്കും. അതിൻ്റെ ആ മ്യൂസിക്കിന്റെ ആ ടോൺ കേട്ട് കഴിഞ്ഞ് അറിയാനായിട്ട് സാധിക്കും ഇത് ഏത് തരത്തിലുള്ള മൂവിയാണ് നമുക്ക് ഓവറോൾ, എല്ലാത്തിലും എന്ന് പറയുന്നില്ല, ബട്ട് ഓവറോൾ ആസ് എ ഹോൾ ജഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്ന് പറയുന്ന പോലെ ആ പ്ലേയെ മുഴുവനായിട്ട് ആസ് എ ഹോൾ കൊണ്ടുപോകാനായിട്ട്, അതിനെ മൊത്തത്തിൽ കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ട്, കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് അത് കൺവേ ചെയ്യാനായിട്ട് ഈ പറയുന്ന സോങ്ങിന് സാധിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡിക്ഷനും, അതിലെ ക്യാരക്ടേഴ്സ് പറയുന്ന അവരുടെ തോട്ട്സ് എക്സ്പ്രസ് ചെയ്യുന്ന മീഡിയം ആയിട്ടുള്ള ഡിക്ഷനിലൂടെയും ആ ഒരു പ്ലേയെയും ക്യാരക്ടറിനെയും, ഡെഫിനറ്റ്ലി ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ വി നീഡ് ദാറ്റ് പെർട്ടിക്കുലർ ഡയലോഗ്സ് ഓഫ് ഹിം, ദാറ്റ് തോട്ട്സിലൂടെ ആ ഒരു ഡയലോഗിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഓഫ് കോഴ്സ് ദിസ് ഇസ് എ ഡ്രാമ ഇൻ ആക്ഷൻ ഓർ ഇൻ ആക്ടിങ് ലൈഫ് ഓർ ദേ ആർ ഇമിറ്റേറ്റിംഗ് ദ ലൈഫ്, സോ ദർ വിൽ ബി ദ അതർ ആക്ഷൻസ് ഓൾസോ, ഗെസ്റ്റേഴ്സ്, ആക്ഷൻസ്, ബോഡി ലാംഗ്വേജ്, ദ ഫേഷ്യൽ എക്സ്പ്രഷൻ, ഡിഫറെൻ്റ് ആയിട്ടുള്ള നോൺ വെർബൽ ആയിട്ടുള്ള ഐ കോണ്ടാക്ട്, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അവിടെ വരുന്നുണ്ടായിരിക്കും നാടകമായതുകൊണ്ട് തന്നെ. പ്രാഥമികമായിട്ട് നാടകം എന്ന് പറയുമ്പോൾ 10,000-40,000 ആളുകൾ ഇരിക്കുന്ന ഒരു വേദിയിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അത്രയും ഉറക്കെ സംസാരിക്കുന്ന ഡയലോഗുകളൊക്കെ തന്നെയാണ്. അപ്പോൾ കാരണം അടുത്തിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഭാവാഭിനയങ്ങൾ അത്രയും കാണാൻ പറ്റുള്ളൂ. ബട്ട് വി മെൻഷൻഡ് അബൌട്ട് മാസ്ക്. In those period they use different masks for different characters. അപ്പോൾ ആ മാസ്ക് കണ്ടിട്ടും കൂടിയിട്ടാണ് ആളുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, ഓക്കെ ഇത് ഇഡിപ്പസ് ആണ്, ഇതിന് ട്രാജഡിയാണ്, ഇത് കോമഡിയാണ്. നമ്മൾ ആ മാസ്കിന്റെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ട്രാജഡിയുടെ ആ ഒരു സിമ്പിൾ, അതുപോലെ തന്നെ കോമഡിയുടെ ആ ഒരു പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് മാസ്കുകൾ ധരിച്ചുകൊണ്ടാണ് ദൂരെ ഇരിക്കുന്ന ആളുകൾക്ക് വരെ ഇവരെ ഏത് ക്യാരക്ടറാണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ സാധിച്ചിട്ടുള്ളത്. ഓക്കെ, ഹിയർ ദ ലിറ്റററി പാർട്ട് ഓഫ് ഹിസ് വർക്ക് ഇസ് ഓവർ. അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു പ്ലേ റൈറ്റ് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്ലേ റൈറ്റിന്റെ ജോബ് അവിടെ അവസാനിച്ചിരിക്കുകയാണ്. ആദ്യത്തെ 5 കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ പ്ലോട്ട്, ഒരു കഥ ഉണ്ടാക്കുന്നു, ക്യാരക്ടർ, അതിനനുയോജ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു,
തേർഡ് അവരുടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ഫോർത്ത് വൺ ദ മീഡിയം ഇൻ വിച്ച് ഇറ്റ് ഷുഡ് ബി എക്സ്പ്രസ്, ദാറ്റ് ഇസ് ത്രൂ ഡിക്ഷൻ, വേർഡ്സ്, അത് വരുന്നു. അതോടൊപ്പം തന്നെ സോങ്, ആ ഒരു ഇമോഷനെ ഹൈറ്റൻ ചെയ്യിക്കാൻ, ആ തോട്ട്സിനെ കൺവേ ചെയ്യാനായിട്ട് സോങ്ങും കൂടെ വന്നു കഴിയുമ്പോൾ പ്ലേ റൈറ്റിന്റെ ഭാഗം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അവിടെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ദ സ്റ്റേജ് റെപ്രസെന്റേഷൻ, ഓർ ഇറ്റ് ഇസ് കോൾഡ് ആസ് സ്പെക്ടക്കിൾ. ഓക്കെ, for spectacle or stage representation, the last of the 6 parts is connected least with the art of poetry. So one couldn't connect it with the art of poetry. It is something technical. നമുക്കത് കുറച്ചും കൂടെ ടെക്നിക്കൽ ആയിട്ടുള്ള സൈഡായിട്ട് കണക്ക് കൂട്ടാൻ സാധിക്കും. ഇപ്പോൾ അന്നാണെങ്കിൽ ലൈറ്റും ഇല്ല, സൗണ്ടും ഇല്ലാത്ത അവസ്ഥയാണ്, പക്ഷെ കോസ്റ്റ്യൂം ഉണ്ട്, സീനറീസ് യൂസ് ചെയ്യുന്നുണ്ട്, പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നുണ്ട്, മേക്കപ്പ് യൂസ് ചെയ്യുന്നവരുണ്ട്, മാസ്ക് വരുന്നുണ്ട്, അത്തരത്തിലുള്ള പല ഘടകങ്ങളും വരുന്നുണ്ട്. ഇന്നാണെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്, കുറച്ചും കൂടെ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റേജിൽ നിന്ന് തന്നെ ആളുകൾ വാനിഷായി പോകുന്നത് പോലത്തെ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അതേസമയം തന്നെ ലൈറ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഫിലിം ആകുമ്പോൾ ഒന്നുകൂടെ പറയണ്ട, ബാഹുബലിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും ആസ് എൻ ഇന്ത്യൻ ഫിലിം ഇറ്റ് ഹാഡ് ടേക്കൺ ഇൻ ടു ദ റെലം ഓഫ് ഹോളിവുഡ്. അത്രയും മനോഹരമായിട്ടുള്ള ഗ്രാഫിക്സിലൂടെയാണത് മുന്നേറിയിട്ടുള്ളത്. ആ ഒരു ഫിലിം എന്ന് പറയുന്നത് അതിന്റെ കഥയേക്കാൾ ഉപരി ആ ഒരു വിഷ്വൽ ബ്യൂട്ടിയാണ് നമുക്ക് ആ ഫിലിമിനെ അത്രമാത്രം ഇഷ്ടപ്പെടുത്താനായിട്ടുള്ള ഒരു കാരണമായിട്ട് തോന്നിയിട്ടുള്ളത്. ഓക്കെ, so this is the part of technicality. It is not associated with the art of poetry എന്നാണ് ഈ ഭാഗത്ത് പറയുന്നത്. Being in fact the work of the stage mechanic. Okay, but it constitutes the manner in which tragedy is presented to the public. ഡെഫിനറ്റ്ലി നമ്മളത് കാണുമ്പോൾ ഇപ്പോൾ ഒരുപാട് അലങ്കാരങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഒരു മൊണോട്ടണസ് ആയിട്ടുള്ള വളരെ കോസ്റ്റ്യൂംസ്. ഇപ്പോൾ ഒരു ട്രാജിക് ആയിട്ടുള്ള ഒരു പ്ലേ കാണുകയാണെങ്കിൽ അതിലെ ആൾക്കാരാണെങ്കിലും അതിലെ സ്റ്റേജ് കേർട്ടൻസ് ആണെങ്കിലൊക്കെ ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കില്ല, കുറച്ചും കൂടെ ഗ്രേ, ബ്ലാക്ക്, ബ്ലൂ അങ്ങനെയുള്ള ഡൾ ആയിട്ടുള്ള കളേഴ്സിലൂടെ ആയിരിക്കും അതിലെ കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ, അവരുടെ മേക്കപ്പ് ആയിക്കോട്ടെ, അത്തരത്തിലുള്ള സീൻസ് കൊടുക്കുമ്പോഴത്തേക്കും അതിന് യോജിക്കുന്ന രീതിയിലുള്ള റെപ്രസെന്റേഷൻ ആയിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കുക. അതേസമയം ഇപ്പോൾ മിഡ് സമ്മേഴ്സ് നൈറ്റ് ഡ്രീം എന്നൊക്കെ പറയുന്ന ഒരു വളരെ ഹാപ്പി മൂഡുള്ള ഒരു ഡ്രാമ, ഷേക്സ്പിയറിന്റെ ഡ്രാമയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള മൂവീസ് ആണെങ്കിലും വളരെ കളർഫുൾ ആയിരിക്കും, വളരെ ബ്രൈറ്റ് ആയിരിക്കും. ഓരോ സീനുകളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. സോ ദാറ്റ് റെപ്രസെന്റേഷൻ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടു ഷോ, ടു ഫോക്കസ് ഓൺ വാട്ട് കൈൻഡ് ഓഫ് ട്രാജഡി ഓർ വാട്ട് കൈൻഡ് ഓഫ് പ്ലേ ഇറ്റ് ഇസ്. എത്രമാത്രം എന്താണ് അതിൻ്റെ ആ ഒരു ടോണിന് കാണിക്കാനായിട്ട്. ഇപ്പോൾ ഫിലിംസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ റെവല്യൂഷണറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് വയലൻസ് ഒക്കെയുള്ള മൂവീസ് ആണെങ്കിൽ റെഡ് ടോണുകളൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. സോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബ്ലഡ് ഷെഡ് അങ്ങനെ വയലൻസിനെ കാണിക്കാനായിട്ടാണ് ഈ റെഡ് ടോൺ കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടെക്നിക്കാലിറ്റീസ് ആണ് ഈ സ്പെക്ടക്കിൾ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. It is important, however, to note that the power of tragedy is felt even apart from representation and actors. Like the epic, it serves its purpose even when read and not acted at all. So here it is said that tragedy എന്ന് പറയുന്ന ആ ഒരു ഇനാക്ട് ചെയ്ത് പെർഫോം ചെയ്ത് കാണേണ്ട, ഇമിറ്റേറ്റ് ചെയ്ത് കാണേണ്ട ആ ഒരു ആക്ഷൻ, അത് വായിച്ചാലും അതിൻ്റെ പവർ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു എൻഡ് നോട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു ഭാഗം അവസാനിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ജസ്റ്റ് ലൈക്ക് എപ്പിക്, ഇഫ് യു ആർ റീഡിങ് എ ട്രാജഡി, ഇഫ് യു ആർ റീഡിങ് Prometheus Unbound by Shelley, we can feel the tragedy, or we can feel the emotions of Prometheus while reading that closer drama. That is a poetic drama written by Shelley, Prometheus Unbound. അപ്പോൾ അത് വായിക്കുമ്പോഴാണെങ്കിൽ പോലും ചില ഡ്രാമാസ് നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ടും ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ തന്നെ നമ്മൾ പല ഡ്രാമാസും വായിച്ചിട്ടാണ് അത് മനസ്സിലാക്കിയെടുക്കുന്നത്. ഇനാക്ട് ചെയ്ത് കണ്ടിട്ടോ പെർഫോം ചെയ്ത് കണ്ടിട്ടോ അല്ല, ഓഫ് കോഴ്സ് അത് ചെയ്യുന്നുണ്ടായിരിക്കാം, എന്നാൽ തന്നെയും അത് പഠിക്കുമ്പോൾ അത് വായിച്ചു പോവുകയാണ് ചെയ്യുന്നത്. സ്റ്റിൽ വി കുഡ് ഫീൽ ദ ഇമോഷൻസ് ഓഫ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്, വെദർ ദേ ആർ ഹാപ്പി ഓർ നോട്ട്. അവരുടെ ആ ഒരു സ്നേഹവും സന്തോഷവും കുശുമ്പും അസൂയയും വിജയവും പരാജയവും ഒക്കെ നമ്മൾ we can understand from the words and from the actions. We can continue with the next part regarding tragedy itself in our next classes. All of you be safe. Take care till then. Bye.